മൈ പോസിറ്റീവ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പെറ്റൂണിയ തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നടുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് പറിച്ച് മാറ്റി നട്ടു കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് പോളിനേഷൻ ചെയ്ത് കിട്ടിയ വിത്തുകളാണ്. അപ്പം നമ്മൾ പോളിനേഷൻ ചെയ്ത് കിട്ടുന്ന വിത്തുകളെല്ലാം നല്ല സൂപ്പർ വെറൈറ്റീസ് ആയിരിക്കും. കാരണം ഇത് മുന്നേ നമ്മളിങ്ങനെ പോളിനേഷൻ ചെയ്ത് എടുത്ത വിത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തിക്കുന്ന താമസമേ ഉള്ളൂ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോ ഇടുമ്പോൾ പല കൂട്ടുകാരും നമ്മളോട് ചോദിക്കാറുണ്ട് സെയിലായോ എന്ന്. സെയിലായിട്ടില്ല, ഇതൊന്ന് കയറി വരേണ്ട ഒരു താമസമേ ഉള്ളൂ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാനായിട്ട്. കാര്യം ഇത് പാകിയ സമയത്ത് നമ്മൾ ഡിഫറെൻ്റായിട്ട് ആണ് പാകിയെങ്കിലും പറിച്ച് മാറ്റി നട്ട് കൊടുത്ത സമയത്ത് ഇത് എല്ലാം കൂടി മിക്സായിപ്പോയി. അപ്പോൾ ഇനി ഇത് തൈകളൊക്കെ ഒന്ന് റെഡിയായി ഫ്ലവറിങ് സ്റ്റേജ് എത്തിയാലേ നമുക്ക് ഏത് വെറൈറ്റി ആണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വെറൈറ്റി ഏതാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എല്ലാവർക്കും നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 3 സ്റ്റേജായിട്ടാണ് പെറ്റൂണിയയുടെ സീഡുകൾ പാകി മുളപ്പിച്ച് ഇങ്ങനെ പറിച്ച് മാറ്റി നട്ടു കൊടുക്കുന്നത്. ഇത് 3ാമത്തെ സ്റ്റേജാണ്. ഇനി നമ്മൾ ഒന്നും ചെയ്യില്ല, ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കണതാണ്. കാരണം ഇനി നമുക്ക് സെയിലിനായിട്ട് ആണ് ഈ ചെടി അവൈലബിൾ ആക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നല്ല വിട്ടുള്ള ഗ്ലാസ്സിലാണ് നട്ടു കൊടുത്തേക്കുന്നത്. ഇനി സെയിലിനൊരു താമസം വന്നാൽ പോലും ഈ ചെടികൾക്ക് യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഈ ഒരു പോട്ടിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ ഫ്ലവറിങ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെ നമ്മളിങ്ങനെ ചെടി നട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കയറി വന്ന് നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യും. ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ പറിച്ച് മാറ്റി നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ പറിച്ച് മാറ്റി നട്ടു കൊടുത്തെങ്കിൽ മാത്രമേ നല്ല വേരോട്ടം വന്ന് ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്, നമ്മൾ സീഡ് പാകി കിളിപ്പിച്ചിട്ട് ഉള്ളതാണ്. ഇതിനകത്തുനിന്ന് കുറേയൊക്കെ നമ്മൾ പറിച്ച് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതേപോലെ ട്രേ പോട്ടുകളിൽ നമ്മൾ സീഡെല്ലാം പറിച്ച് മാറ്റി നടും. ഇനി ഇതിനകത്ത് നിന്ന് വളർന്നതിന് ശേഷമാണ് നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് പ്ലാന്റിനെ പറിച്ച് മാറ്റി നടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടാറായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടുകാരെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവർക്കും പെറ്റൂണിയ ചെടികളുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ സെയിലിന് അവൈലബിൾ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.